നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീരന്റെ വഴിയിലേക്ക് വരുന്നത്. പിന്നെ ഡാഡിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്തായാലും ഒരു പുതിയ ബിൽഡിംഗ് എടുത്ത് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം നീണ്ടു പോവുക. അതൊക്കെ നിന്റെ തോന്നലാ. വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ പണം കിട്ടും. സ്വാമിയുടെ ഇടപാടിൽ കിട്ടുന്ന പണം കൊണ്ട് എനിക്കും എന്റെ ഭർത്താവിനും ക്ലിനിക്ക് തുടങ്ങണ്ട. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നിരഞ്ജന്റെ കാര്യം ഞാൻ അവനോട് സംസാരിച്ചോളാം. എവിടുന്ന് ആരുടെ ഇടപാടിൽ പണം വന്നാലും നിരഞ്ജന് വേണ്ടിയാ ഞാനത് ചെയ്യുന്നത്. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എനിക്കിതൊരു ബുദ്ധിമുട്ടാ. ഓ, ഭർത്താവിനോട് കരുതലുള്ള ഒരു ഭാര്യ. ഇവളങ്ങ് ഓരോ ദിവസവും ആകാശം മുട്ട വളരുകയാണല്ലോ. പിന്നെന്താ നിന്റെ ഉദ്ദേശം? നീ പണത്തിന് വേണ്ടി വേറെ വല്ല സോഴ്സും കണ്ടിട്ടുണ്ടോ? പിന്നെ സാമ്പ്രാണി തള്ളയല്ലേ വഴികാട്ടി. അതെ, അതിലെന്താ കുഴപ്പം? വലിയ മുതൽ മുടക്കില്ലാതെയും ക്ലിനിക്ക് തുടങ്ങാം. എങ്ങനെ? സാമ്പ്രാണിക്കുടിയിലെ വീട് ഒരു ക്ലിനിക്കാക്കി മാറ്റാം. എന്നിട്ട് നിരഞ്ജൻ അവിടെ ഇരുന്ന് രോഗികളെ നോക്കാനോ? അതെ, രോഗികളെ പരിശോധിക്കാനും മരുന്ന് കുറിക്കാനും വലിയ ബിൽഡിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊരു സേവനം എന്ന് പറഞ്ഞാ അതൊരു സേവനമല്ലേ? അല്ലാതെ പണം ഉണ്ടാക്കാനുള്ളൊരു കച്ചവടമായിട്ട് അതിനെ കാണുന്നില്ല. അദ്ദേഹം പഠിച്ച ഡോക്ടറായതും ഡാഡിയുടെ മാത്രം പണം കൊണ്ടല്ലല്ലോ. സാമ്പ്രാണിക്കൊടിയിലെ നാട്ടുകാരുടെ സഹായം ഒരുപാടുണ്ടായിരുന്നു. അപ്പോ നാട്ടുകാരുടെ ഡോക്ടറായിട്ട് കുറച്ചു കാലം അവിടെ നിൽക്കട്ടെ. എനിക്കും ശ്രുതിമോൾക്കും അവിടെ നിൽക്കുകയും ചെയ്യാം. ഇതൊന്നും നടക്കില്ലെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞാണല്ലോ. ഇതേ നടക്കൂ. നടക്കില്ലെന്ന് ഡാഡി കരുതിയിരുന്ന ഓരോ കാര്യങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ. എന്താ അപ്പച്ചി നീ ഇപ്പൊ പറഞ്ഞത് കാര്യമായിട്ടാണോ? സാമ്പ്രാണിക്കൊടിയില് ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്ന കാര്യം? അതെ, ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണെന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണല്ലോ. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? അപ്പച്ചി ഒന്ന് പോയേ. അപ്പൊ കൂടും കുടുക്കെ എടുത്ത് അവൾ ഈ വീടിന്റെ പടിയിറങ്ങുന്നു. അതോടെ ഈ വീട് കാഞ്ചനയ്ക്ക് സ്വന്തം. അപ്പനെ ധിക്കരിച്ചു പോകുന്നവള് പിന്നെ തിരിച്ചു വരരുത്. പണിയുണ്ട്. ആഹാ, ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് മണ്ടി നടന്നിട്ട് ഒരു കാര്യമില്ല. അഭിമാനം ടൈറ്റാനിക് കപ്പലേ കയറി പോയല്ലോ. സാമ്പ്രാണിക്കൊടിയിലെ വീട്ടിൽ മകളും മരുമകനും ചേർന്ന് ക്ലിനിക്ക് തുടങ്ങുന്നു. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഇത് കൂടുതൽ എന്തു വേണം? ജയശങ്കർ എന്ന വൻമരം വീണു. നാട്ടിലെ എണ്ണം പറഞ്ഞ ആശുപത്രികളിൽ ഒന്നായ അക്ഷര ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനായിരുന്ന ഡോക്ടർ ജയശങ്കറിന്റെ മരുമകൻ ഡോക്ടർ നിരഞ്ജൻ ഒരു പെട്ടിക്കട ഡോക്ടറായി മാറുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാഞ്ചനെ. ഞാൻ അതിനൊട്ട് സമ്മതിക്കേയില്ല. അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ മോളും മരുമോനും അല്ലേ. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ആ സാമ്പ്രാണി തള്ളി. അവരെന്തോ മയക്കുപൊടിയിട്ട് അക്ഷരെ വശത്താക്കി അവരുടെ കൂടെ നിർത്തിയേക്കുക. എന്റെ നോട്ടത്തിലെ നിരഞ്ജൻ ഒരു പഠിച്ച കള്ളനാ. നിങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞു നിന്ന് നിങ്ങളുടെ മോളെ കൊണ്ട് തന്നെ നിങ്ങളെ തോൽപ്പിക്കുന്നു. അതൊന്നും മനസ്സിലാക്കാതെ എന്നെ എന്റെ മോനെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്യുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. സാമ്പ്രാണിക്കൊടിയിലെ വീട്ടില് മായാരഞ്ജനിയുടെ പേരിലുള്ള ക്ലിനിക്കേ. എന്തൊരു നാണക്കേടാപ്പാ. ഓർത്തപ്പോ തന്നെ ദേഹം പൊള്ളുന്നില്ലേ? കാഞ്ചന, നീയൊന്ന് നിർത്ത്. ഞാൻ എന്തായാലും നിരഞ്ജനോട് കാര്യങ്ങളൊന്നും സംസാരിക്കട്ടെ. സമയമുണ്ടല്ലോ. നിങ്ങൾ സമയം നോക്കിയിരിക്കുമ്പോഴേക്കും അവരവിടെ പണി തുടങ്ങിയിരിക്കും. നിങ്ങളുടെ മോളെ അടുക്കളക്കാരി ആക്കിയിട്ടേ
നിരഞ്ജനും തള്ളയും ആ തല തെറിച്ച പെണ്ണും കൂടി ചേർന്നേ ക്ലിനിക്ക് നടത്തും. എല്ലാം ഒന്ന് പച്ച പിടിച്ചു തുടങ്ങുമ്പോഴേക്കും ആ കള്ളുവണ്ടി ശങ്കരനും പഴനിമല ഇറങ്ങി ഇറങ്ങി വരും. എന്നിട്ട് അവരെല്ലാരും കൂടെ അവിടെ സുഖമായിട്ടങ്ങ് താമസിക്കും. ഇത്രയും കാലം ചെയ്തതിനെല്ലാം നിങ്ങളുടെ മോളോട് അവരെണ്ണി എണ്ണി പകരം വീട്ടും. നോക്കിക്കോ. നീരഞ്ജന്റെ വീട്ടുകാരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. കൃത്യസമയത്ത് അവര് പല്ലും നഖവും പുറത്തെടുക്കും. എന്തായാലും ഇതെല്ലാം താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവണേന്ന് മാത്ര എന്റെ പ്രാർത്ഥന. ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിലേ മലവെള്ളപ്പാച്ചില് പോലെ കുത്തി ഒലിച്ചു പോകുന്നതേ നിങ്ങളുടെ അവശേഷിക്കുന്ന ഇത്തിരി അഭിമാനമായിരിക്കും. ചേട്ടാ സൂക്ഷിച്ച് പതുക്കെ. സാറേ, ഈ ജനാലയൊക്കെ പകല് തുറന്നിടണം. ഇങ്ങനെ കിടക്കുമ്പോൾ കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്നത് ഒരു ആശ്വാസമായിരിക്കും. പിന്നെ ബെഡ് സോർ ഉണ്ടാവാതെ നോക്കണം. ചൂടുകാലമല്ലേ, ദിവസവും ദേഹം തുടയ്ക്കുന്നത് നല്ലതാ. ഡോക്ടറെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യാനറിയാവുന്ന ആരെങ്കിലും ഹോം നേഴ്സിനെയോ മറ്റോ വയ്ക്കുന്നത് നല്ലതാ. ഹോം നേഴ്സ് ഒന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. മാഡം ആരാ? ഞാൻ നിത്യയുടെ ചേച്ചിയാ. മാഡത്തിന് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. വേണ്ട സാറേ, ഞങ്ങളുടെ വീട്ടിലില്ലേ പെങ്ങന്മാര്? ഒന്നും വേണ്ട, എല്ലാം ശരിയാവും സാറേ. മോള് പെട്ടെന്ന് എണീറ്റ് നടക്കും. ധൈര്യമായിട്ടിരിക്കും.